തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതെന്ത്. തട്ടത്തില് ചെയ്തത് ഷർഫുഖ ലിറിക്സ് ചെയ്തും ഞാൻ ഇപ്പുറത്തിരുന്ന് കമ്പോസ് ചെയ്യും, അടുത്ത വരി എഴുതും കമ്പോസ് ചെയ്യും, അങ്ങനെ ചെയ്തതാ. മൊഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായ എന്ന് പറഞ്ഞ പാട്ട് ദുൽഖർ സൽമാന്റെ വോയിസിൽ നമ്മൾ കൊണ്ടുവന്നത്. ദുൽഖർ വന്ന് പാടി, അത് വളരെ ക്വിക്കായിരുന്നു. പിന്നെ ആ പാട്ടും അങ്ങനെ ഭയങ്കര മ്യൂസിക്കലി സംഗതികളൊന്നും ഇല്ല പാട്ടല്ല. കാക്കെ കാക്കെ കൂടെ ഇവിടെ എന്നൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് പാടൂലേ. അതുപോലെ മൊഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായേ തഞ്ചത്തിലൊപ്പ അങ്ങനെ വെറുതെ പാടാം. അതിൽ ലിറിക്സ് ഒക്കെ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതിന്റെ വേർഡ്സ് അങ്ങനെയാ. അങ്ങനെ ഉപ്പിലിട്ട വാങ്ങ നീയെ തെങ്ങിന്മേലെ തേങ്ങ നീ എന്നൊക്കെയാണ് അതിന്റെ ലിറിക്സ്. പക്ഷെ അതിനത് മതി, ആ പാട്ട് അങ്ങനെയാ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹരിയുടെ സ്റ്റേജിലേക്ക് കയറി പാടുന്നതൊക്കെ ഭയങ്കര രസമാണ്, ഒരു ഓറ ഫീൽ. ഞാൻ ഹരിയേട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഇഷ്ടം പഴയ പാട്ട് പാടാനാ. അനുരാഗാനം പോലെ ഇന്ദ്രവല്ലരി പൂച്ചുര, അങ്ങനത്തെ കുറച്ച് പാട്. സിംഗിങ് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമല്ല, ഒരു സിംഗർ ആവാന്നുള്ളത്. കമ്പോസറായി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. എനിക്ക് റെക്സേട്ടൻ്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. റെക്സേട്ടൻ്റെ മ്യൂസിക് പണ്ടോട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല, റിക്വയർമെന്റ് ഉണ്ടാവും. ഡയറക്ടർക്ക് ഇന്ന ട്രാക്കാണ് വേണ്ടത്, ഇതുപോലത്തെ മൂഡിലെ പരിപാടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാനേ പറ്റും. നമ്മളെ ഇഷ്ടമുള്ള ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ട്രാക്ക് ചെയ്യേണ്ടി വരും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി കെ നായരാണ്. വെൽക്കം. ഇപ്പം എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇല്ലേ തട്ടത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഭയങ്കര രീതിയിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ്, അഭിലാഷം സിനിമയിലെ. അപ്പം എനിക്ക് തോന്നുന്നു ശ്രീഹരിയുടെ കാര്യത്തിലല്ലേ ബാക്ക് ടു ബാക്ക് നമുക്ക് സോങ്സ് തന്നില്ലെങ്കിലും തരുന്ന സോങ് ഒക്കെ യൂട്യൂബിലാണെങ്കിലും എല്ലാം ട്രെൻഡിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്താണ് ഈ ഒരു മാജിക്? ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ട്രെൻഡിങ്ങിലേക്ക് പോയതാന്ന് തോന്നുന്നു. അല്ലാണ്ട് ട്രെൻഡിങ് സോങ്സ് ഒക്കെ ആയി ചെയ്തതൊന്നും അല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാ. അപ്പം നമുക്ക് ആ ഒരു പാട്ട് തട്ടത്തില് നമുക്ക് വേണ്ടിയിട്ടൊന്ന്. തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതെന്ത്, നെഞ്ചിൻ വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതെന്ത്, കാറ്റില് വാസന കാതലിൻ വാസന ലാഞ്ചന ലാഞ്ചന നെഞ്ചിലാലോചന. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തായിരുന്നോ? കാരണം ഇതിൻ്റെ വോയിസും ശ്രീഹരിയുടെ തന്നെയായിരുന്നു. രണ്ട് കുട്ടികളുടെ വിഷ്വൽസ് കാണുന്ന ആ ഒരു ഫീലും അതിനോടൊപ്പം ശ്രീഹരിയുടെ വോയിസും. ശരിക്കും ഈ ഒരു പാട്ട് പാടാമെന്ന് എങ്ങനെയായിരുന്നു? ഞാൻ തന്നെ പാടാം എന്ന് കമ്പോസ് ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നോ? ഇല്ലില്ല, ഇത് ഈ പാട്ട് വേറെ കുറച്ച് സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പോൾ വിഷ്വലിൽ ആക്ച്വലി ചെറിയ കുട്ടികളെ പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സൗണ്ട് വെച്ചു എന്നേ ഉള്ളൂ. ഈ പാടിയ സിംഗേഴ്സിൻ്റെ ഒക്കെ വേർഷൻസ് നല്ലതായിരുന്നു, പക്ഷെ വിഷ്വലിലേക്ക് വരുമ്പോൾ അത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള സൗണ്ട് ആവശ്യമില്ല. എൻ്റെ സൗണ്ട് അത്ര മെച്ചുവേർഡ് അല്ല, അത്ര ബേസ് ഒന്നുള്ള സൗണ്ട് അല്ല. അപ്പോൾ അങ്ങനെ എൻ്റെ സൗണ്ടിലായിരുന്നു ഈ പാട്ട് ആദ്യം ഷംസുഖ ഡയറക്ടർ കേട്ടത്. അപ്പോൾ പിന്നെ എൻ്റെ സൗണ്ട് അങ്ങനെ തന്നെ വെക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഞാനായിട്ട് തീരുമാനിച്ച് വെച്ചതൊന്നുമല്ല, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത്. പാട്ടുകാരെ മാത്രമല്ല നടന്മാരെ കൊണ്ടും പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് ശ്രീഹരിയുടെ ഒരു സ്പെഷ്യലാണ്. കാരണം ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സിനിമയിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പം നടന്മാരെ കൊണ്ട് നമ്മൾ പാട്ട് പാടിക്കാറൊക്കെ ഉണ്ട്, അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയായിരുന്നു മൊഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായ എന്ന് പറഞ്ഞ പാട്ട് ദുൽഖർ സൽമാന്റെ വോയിസിൽ നമ്മൾ കൊണ്ടുവന്നത്. ദുൽഖറിനെ കൊണ്ട് പാട്ട് പാടിച്ച കമ്പോസറാണ്. ശരിക്കും ഒരു നടനെ അല്ലെങ്കിൽ ദുൽഖറിനെ ഈ പാട്ട് പാടിക്കാൻ എങ്ങനെയായിരുന്നു? അതും ഇതുപോലെ കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു, ഞാൻ ഒറ്റക്കെടുത്ത ഡിസിഷൻ അല്ല. അങ്ങനെ അത് ദുൽഖർ വന്നു പാടി, അത് വളരെ ക്വിക്കായിരുന്നു. ദുൽഖർ വന്നു പാടി, കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതും. പിന്നെ ദുൽഖർ നല്ല സിംഗറാണ്, പുള്ളി അത്യാവശ്യം നന്നായിട്ട് പാടും. അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ടെക്നിക്കലി നമ്മൾ അതിനു വേണ്ടി കുറേ ട്വീക്ക് ചെയ്യാനോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആ പാട്ടും അങ്ങനെ ഭയങ്കര മ്യൂസിക്കലി സംഗതികളൊന്നും ഇല്ല പാട്ടല്ല. നമ്മൾ സാധാരണ മിഠായി പാട്ടെന്നൊക്കെ പറയില്ലേ, ഈ കാക്കി കാക്കി കൂടെ ഇവിടെ ജോണി എസ്പ പാടുന്ന പോലെ. ഇല്ല, അത് അങ്ങനെ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു പാട്ടാണ്. അങ്ങനെ അതിലിപ്പോ ഞാനും ഭയങ്കരമായിട്ട് വലിയൊരു മാസ്റ്റർ പീസാണെന്ന് അവകാശപ്പെടുന്നില്ല. നമ്മളിങ്ങനെ പറഞ്ഞ കാക്കി കാക്കി കൂടെ ഇവിടെ എന്നൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് പാടൂല. അതുപോലെ മഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായേ തഞ്ചത്തിലൊപ്പ അങ്ങനെ വെറുതെ പാടാം. അതിൽ ലിറിക്സ് ഒക്കെ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഈ യൂട്യൂബിലെ കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതിന്റെ വേർഡ്സ് അങ്ങനെയാ. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഉപ്പിലിട്ട വാങ്ങ നീയെ തെങ്ങിന്മേലെ തേങ്ങ നീ എന്നൊക്കെയാണ് അതിന്റെ ലിറിക്സ്. അപ്പൊ അതങ്ങനെ തന്നെ അറിയാം. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും, പക്ഷെ അതിനത് മതി,
ആ പാട്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ ഭയങ്കര സാഹിത്യമൊക്കെ കുത്തിക്കയറ്റി അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ബ്യൂട്ടി പോകും. ആ പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ലിറിക്സും, പിന്നെ ആ പാട്ട് ആർക്കും പാടാൻ പറ്റും. അതിന് വലിയ പാട്ടുകാരൻ ആവണമെന്നില്ല. അപ്പോൾ ദുൽഖർ വന്ന് പാടിയ സമയത്ത് ദുൽഖർ നല്ല പാട്ടൊക്കെ അടിപൊളി മെലഡി പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇത് പാടിയ സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷെ ഇറ്റ് വാസ് ഫൺ. നല്ല രസമായിരുന്നു അത്. സിംഗിങ് ആയിരുന്നു ഇഷ്ടം അതോ കമ്പോസിംഗ് ആയിരുന്നു? ഏതായിരുന്നു ആദ്യം മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ ഏതായിരുന്നു, ഏത് ചൂസ് ചെയ്താ വന്നിരുന്നത്? ഞാൻ കമ്പോസിങ് അത് തന്നെയായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. സിംഗിങ് എന്നുള്ളത് ഞാൻ പാടി ചെറുപ്പത്തിലെ പാടും. അപ്പോൾ പാട്ട് പാടിയായിരുന്നു ഈ മ്യൂസിക്കിലേക്കുള്ള എൻ്റെ ഒരു എൻട്രി. പിന്നെ അത് എൻ്റെ അച്ഛൻ ലിറിക്സൊക്കെ എഴുതും. അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ അച്ഛൻ ലളിതഗാനങ്ങളും പോയംസ് അതൊക്കെ എഴുതും. അപ്പോൾ അത് ഇങ്ങനെ കമ്പോസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ നല്ല കമ്പോസിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. സിംഗിങ് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമല്ല, ഒരു സിംഗർ ആവാന്നുള്ളത്. കമ്പോസറായി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. എന്നിട്ട് കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ഒരു തെലുങ്ക് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു തെലുങ്ക്, അതായത് മലയാളം ഇൻഡസ്ട്രി ഒക്കെ മാറി അങ്ങ് തെലുങ്കിൽ പോയിട്ട് ഒരു തെലുങ്ക് പാട്ടൊക്കെ അങ്ങ് പാടി, എങ്ങനെയായിരുന്നു? അത് ഞാൻ പ്രശാന്ത് സാറിനെ വെച്ച് കുറച്ചു കാലം ഉണ്ടായിരുന്നു, അസിസ്റ്റ് ചെയ്തിരുന്നു സാറിനെ. ആ സമയത്ത് സാറ് ചെയ്ത പാടായിരുന്നു അത്. അപ്പോൾ ഇതുപോലെ കമ്പോസ് ചെയ്ത് സാറ് ഇത് വെറുതെ എന്നെ കൊണ്ട് നമ്മൾ ട്രാക്ക് സിംഗിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഈ കമ്പോസ് ചെയ്ത സാധനം ഒന്ന് പാടി വെക്കാന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ സാറ് എൻ്റെ അടുത്ത് വെറുതെ ഒന്ന് പാടാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പാടി. അത് ഇതുപോലെ അതിൻ്റെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ സൗണ്ട് ഫൈനലൈസ് ചെയ്തതാണ്. അല്ലാണ്ട് അത് പാടാനായിട്ട് അങ്ങനെ ഇരുന്നതല്ല, അതിങ്ങനെ സംഭവിച്ചു പോയതാണ്. മലയാളം പാടുന്ന പോലെ തെലുങ്കൊക്കെ എങ്ങനെയായിരുന്നു? തെലുങ്ക് പാട്ടൊക്കെ പാടിയപ്പോൾ തെലുങ്ക് പാടാൻ നല്ല പണിയാണ്. അത് ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ പ്രശ്നങ്ങളുണ്ടാവും. അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാടിയത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും വരും, ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ അത് കറക്റ്റ് ചെയ്യാൻ ആൾക്കാരുള്ളത് പാടുമ്പോൾ അതല്ല ഇങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റാക്കി പാടിയതാ. അവിടെ പോയി തെലുങ്ക് പാട്ട് പാടിയ പോലെ തന്നെ നമ്മുടെ മലയാളത്തിലേക്ക് സിദ് ശ്രീറാമിനെ കൊണ്ട് പാട്ട് പാടിച്ച ആളുകൂടിയാണ്, അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസർ കൂടിയാണ്. അപ്പം ആ ഒരു, അതായത് സിദിനെ കൊണ്ട് അത്ര സൂത്തിങ് ആയിട്ടുള്ളൊരു സോങ് ഓളെ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് മലയാളികൾക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പം അതെങ്ങനായിരുന്നു? അതും ഇതുപോലെ ഈ മണിയറൽ അശോകന്റെ ഷൂട്ട് തുടങ്ങി സോങ്സിന്റെ റെക്കോർഡിങ്ങിലേക്കൊക്കെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പാട്ടായി ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പാട്ടിന്റെ അതും ഞാൻ ഒറ്റക്കെടുത്ത ഡിസിഷൻ അല്ല. ആരായിരുന്നു എന്ന് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ സിദ്ധിനെ കൊണ്ട് നമുക്കത് ചെയ്താലോ എന്നുള്ള ഒരു പ്ലാൻ വന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ അനുപമ സിദ്ധൊക്കെ അവർ ഫ്രണ്ട്സാണ്. അതിൽ മണിയറയിൽ അഭിനയിച്ച അനുപമ പരമേശ്വരനും സിദ്ധൊക്കെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ ആദ്യം സിദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെയായിരുന്നു ഒന്ന് സിദ്ധിലേക്ക് എത്തുന്നത് ആദ്യം. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ സിദ്ധിനെ പോയി ചെന്നൈ പോയി കണ്ടു, റെക്കോർഡ് ചെയ്തു. അങ്ങനെയായിരുന്നു ആ പാട്ട് സംഭവിച്ചത്. അത് ഭയങ്കര രസമായിരുന്നു. സിദ്ധിൻ്റെ അതിലൊരു പുള്ളിൻ്റെ പ്രസൻസ് ആക്ച്വലി ആ പാട്ടിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തു. ശ്രീഹരിയെ സംബന്ധിച്ചൊരു സോങ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇന്ന സിംഗർ അത് പാടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു സിംഗർ മനസ്സിൽ അന്നേരം തന്നെ വരുമോ? അത് ചില സമയത്ത് ചില സിറ്റുവേഷനിലൊക്കെ അങ്ങനെ പാട്ട് അവരെ കൊണ്ട് തന്നെ പാടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ അഭിലാഷത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ചില സിംഗേഴ്സിനെ വിചാരിച്ചാലും ആ സിംഗേഴ്സിലേക്ക് എത്തിയാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിലുണ്ടാവും, അത് വർക്കൗട്ട് ആവുമല്ലോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉണ്ട്. എപ്പോഴും ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് സിംഗർ പാടിയാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. ഒരു പാട്ടിനുള്ള ലിറിക്സ് കിട്ടിയിട്ടാണോ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത്, അതോ ആദ്യം ഒരു ട്യൂണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലിറിക്സ് ആണോ എടുക്കുക? എങ്ങനെയാണ് ശ്രീഹരിയുടെ ഒരു കമ്പോസിഷൻ? രണ്ടും ചെയ്യാറുണ്ട്. ലിറിക്സ് കിട്ടി കമ്പോസ് ചെയ്തിട്ടുണ്ട്, മെലഡി ഉണ്ടാക്കി ലിറിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. തട്ടത്തിൽ പക്ഷെ ചെയ്തത് ഇങ്ങനെ ലിറിക്സ് എഴുതി അങ്ങനെ കമ്പോസ്, അതായത് ഷർഫുക ലിറിക്സ് എഴുതും, ഞാൻ ഇപ്പുറത്തിരുന്ന് കമ്പോസ് ചെയ്യും, അടുത്ത വരി എഴുതും, കമ്പോസ് ചെയ്യും. അങ്ങനെ ചെയ്തതാണ്. നമ്മളിങ്ങനെ എഴുതിക്കൊണ്ട് കമ്പോസ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തതിലൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. ബാക്കി ഈ പറഞ്ഞ രണ്ട് ഫോർമാറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് മെലഡി ഉണ്ടാക്കി ലിറിക് എഴുതുന്ന ആൾക്ക് കൊടുത്ത് അവർ അങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. ഒരു സോങ്ങിന് വേണ്ടിയൊക്കെ എത്ര സമയം കൊടുക്കാറുണ്ടാവും? ഒന്ന് കമ്പോസ് ചെയ്തൊരു സോങ്ങിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ എത്ര നേരം എടുക്കും? തട്ടത്തിൽ കുറച്ച്
നമ്മൾ 2-3 സിറ്റിംഗ് ആയിരുന്നു. ആ. ആദ്യത്തെ സിറ്റിങ്ങിൽ കുറച്ചുണ്ടാക്കി, പിന്നെ കുറച്ചുണ്ടാക്കി, അങ്ങനെ ചെയ്ത. ചില പാട്ട് മെലഡി ഒറ്റ ടേക്കിൽ അങ്ങ് പാടി അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതും എങ്ങനെ ഒരു കറക്റ്റ് ഒരു ടൈം ഇത്ര എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംഭവിക്കുന്നത് പോലെ ആണ്. അത് ചില സമയത്ത് ചില പാട്ട് പെട്ടെന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ചില പാട്ടൊക്കെ കുറേ വേർഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ശ്രീഹരി പറഞ്ഞു അച്ഛൻ എഴുതുമായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും മ്യൂസിക് ജേർണി തുടങ്ങാം, അല്ലെങ്കിൽ മ്യൂസിക്കാണ് എനിക്കും എൻ്റെ ഒരു പാഷൻ മ്യൂസിക് ആണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ അച്ഛൻ തന്നെയായിരുന്നു ആ ഇൻഫ്ലുവൻസ് പുറകിലുണ്ടായിരുന്നത്? പക്ഷെ ഞാൻ അതിന് മുന്നേ പാട്ടൊക്കെ പാടുമായിരുന്നു. ഞാൻ കർണാടകയ്ക്കൊക്കെ ഇങ്ങനെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുതി തരുമ്പോൾ ഞാൻ ഇങ്ങനെ കമ്പോസ് ചെയ്ത് തുടങ്ങി. ഒന്ന് ചെയ്തു, പിന്നെയും ചെയ്തു. പിന്നെ ചെയ്തു വരുന്ന സമയത്ത് ഞാനിങ്ങനെ പാടി കേൾപ്പിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ആ കൊള്ളാം പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കത് ട്രിഗർ ആയത്. അങ്ങനെ പിന്നെ അത് ചെയ്ത് വന്ന് പിന്നെ ഭയങ്കര ഇഷ്ടമായി കമ്പോസ് ചെയ്യാന്നില്ല. പിന്നെ ഞാൻ ഇത് തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് ഫസ്റ്റ് പടം ചെയ്ത സമയത്താണ്. മണിയറ ചെയ്തു തുടങ്ങിയ സമയത്ത് ഓക്കെ ഇതാണ് എൻ്റെ പരിപാടി. പക്ഷെ ഒരു സിനിമയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് പണ്ടോട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ആദ്യത്തെ ചെയ്തു തുടങ്ങിയ ശേഷമാണ് പറഞ്ഞ പോലെ ഇതാണ് എനിക്ക് പറ്റി പണി എന്നുള്ളത് മനസ്സിലായത്. പക്ഷെ പണ്ടോട്ടേ അങ്ങനെ കമ്പോസ് ചെയ്ത് വന്നുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ എനിക്ക് അത് തോന്നി തുടങ്ങി. ലിറിക്സ് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലിറിക്സ് എഴുതി ചെയ്യണമെന്നുണ്ടോ? ലിറിക്സ് ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ അർത്ഥം ശരിയാവാറില്ല അതിൻ്റെ. അതുകൊണ്ട് ഇതിൻ്റെ സാഹിത്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല. ഞാൻ നല്ല വായിക്കുന്നവർക്കൊക്കെ വൊക്കാബുലറിയൊക്കെ വേണം ലിറിക് എഴുതുന്നവർക്ക്. വെറുതെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. നല്ലൊരു സാഹിത്യം, അതിൻ്റെ ഒരു ഫ്ലോ, നല്ല വൊക്കാബുലറി വേണം. എന്നാൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ടൊരു പാട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റൂ. എല്ലാവരുടെ ഒരു കഥ ഉണ്ടാവുമല്ലോ ഒരു പാട്ടിന്. അപ്പം അത് പോസിബിൾ അല്ല എന്നെ കൊണ്ട്. അതുകൊണ്ട് മാത്രം ഞാനത് വിട്ടതാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റും. ഒരു ഡമ്മി വേർഡ്സൊക്കെ വെച്ച് അങ്ങനെ വെക്കാൻ പറ്റും. പക്ഷെ അതല്ല അതിൻ്റെ ഒരു പരിപാടി. അതുകൊണ്ട് എഴുതുന്ന പരിപാടി ആവില്ല. ഇപ്പൊ ഒരു പാട്ടിങ്ങനെ കമ്പോസ് ചെയ്ത് അതൊരു സിംഗറിന്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പൊ കൊടുത്ത സമയത്ത് ശ്രീഹരി എങ്ങനെയൊക്കെയാണ് ആ സിംഗറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയായിരിക്കും? അത് പാടിയതുപോലെ, അതായത് എങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ തന്നെ ആ സിംഗർ പാടണം എന്നാണോ, അതോ ഇംപ്രവൈസേഷൻസ് ഉണ്ടല്ലോ ഒരു സിംഗറിന് അവരുടേതായ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു കമ്പോസർ ആണോ? ഞാനങ്ങനെ അത് തന്നെ വേണമെന്ന് അങ്ങനെ ചില സമയത്ത് മാത്രമേ നിർബന്ധമുള്ളൂ. ഇപ്പൊ ചില നോട്ട്സൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തായിരിക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അത്ര ഹാപ്പി ആവില്ല. അപ്പോൾ അങ്ങനെ ചില സമയത്ത് മാത്രമേ ഞാൻ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാകാറുള്ളൂ. ബാക്കി ഇപ്പം ഈ അഭിലാഷത്തിൽ 2 പാട്ട് ഞാൻ റെക്കോർഡിങ്ങിന് പോയിട്ടില്ല, അവർ പാടി അയച്ചതാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവർക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും, വീട്ടിലായാലും അല്ലെങ്കിൽ അവരുടെ അടുത്ത സ്റ്റുഡിയോസിലായാലും. അപ്പോൾ ഞാനങ്ങനെ അവരുടെ അടുത്ത് പാടി അയക്കാനൊക്കെ പറയും. അപ്പം അങ്ങനെ അയച്ചു തന്ന ടേക്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഭയങ്കര നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ ആർട്ടിസ്റ്റിനെ കുറച്ച് ട്രസ്റ്റ് ചെയ്യണമല്ലോ. അവരെ സൈഡിൽ നിന്ന് ഇൻപുട്സ് ചിലപ്പോൾ ഭയങ്കര രസമുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയും ഉണ്ട്, 2 സൈഡും ഉണ്ട്. ചില സമയത്ത് അവരെ ടേക്സും ഭയങ്കര രസമായിരിക്കും, ചില സമയത്ത് നമ്മൾ പറയുന്ന ടേക്സ് ആയിരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുക. അപ്പോൾ 2 സൈഡും ഉണ്ട് അതിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രണയം കൊണ്ടുവന്ന ഒരു പാട്ടുകാരനാണ് ഹരിശങ്കർ. ശ്രീഹരിയും അതുപോലെ തന്നെ ഹരിശങ്കറിന് ഒരു പാട്ട് കൊടുത്തിരുന്നു, പേയും നിലാവ് എന്ന് പറഞ്ഞിട്ട് മണിയറയിലെ ഷോനകത്തൊരു ഭയങ്കര ഒരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു. ആ ഒരു സോങ് ഹരിശങ്കറിലേക്ക് കൊടുത്തത്, നിങ്ങൾക്ക് അതിന് മുന്നേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ അതോ അതിന് ശേഷം ബിൽഡ് ചെയ്താണോ ശ്രീഹരി ഹരിശങ്കർ ആ ഒരു കോംബോ? ഹരിയേട്ടന് തോന്നുന്നു ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഈ പാട്ടിന്റെ ഇത് കാര്യമായിട്ടായിരുന്നു. നമ്മളൊരു കോമൺ ഫ്രണ്ട് വഴി ആണ് ഞാൻ ഹരിയേട്ടൻ മീറ്റ് ചെയ്തത്. പിന്നെ ഹരിയേട്ടൻ ഞാനും ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്, ഇപ്പോഴും നമുക്ക് സംസാരിക്കും. അപ്പോൾ അത് ആ പാട്ടിന് വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു റിലേഷനാണ്. പക്ഷെ അതിപ്പോഴും വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ഒരു നല്ല ഫ്രണ്ട്സാണ് നമ്മൾ. എനിക്കൊന്ന് ജീവാംശമായാണെങ്കിലും പവിഴമഴ അങ്ങനെ തുടങ്ങി യങ്സ്റ്റേഴ്സിനിടയ്ക്ക് ഭയങ്കര രീതിയിലൊരു പ്രണയമഴയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു ജേർണി ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹം മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെഡിക്കേഷൻ, മ്യൂസിക് അല്ലാതെ വേറൊരു ഫീൽഡിനെ പറ്റി ആലോചിക്കാനേ വയ്യെന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ജേർണി എങ്ങനെയാണ് ശ്രീഹരി എന്ന കമ്പോസർ നോക്കി കാണുന്നത്? ഞാൻ ഹരിയേട്ടന് സിംഗിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ തോന്നുന്നു ഞാൻ റീസെൻ്റ്ലി ഹരിയേട്ടൻ്റെ ഒരു ഷോന് പോയിട്ടുണ്ടായിരുന്നു ലൈവ്. ഹരിയേട്ടൻ സ്റ്റേജിൽ കയറി പാടുന്നതൊക്കെ ഭയങ്കര രസമാണ്, ഒരു ഓറ ഫീൽ. ഞാൻ ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരിയേട്ടാ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഹരിയേട്ടൻ്റെ ലൈവ് ഷോ കാണുന്നത്, പക്ഷെ അന്ന് ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ
ഹരിയേട്ടൻ്റെ ആ ഗ്രോത്ത് ആ സമയം ഇതിനൊരു എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ആ സമയം തൊട്ട് ഹരിയേട്ടൻ്റെ ഓരോ പുതിയ ട്രാക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഗ്രോത്തും കാണുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്. പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുണ്ടോ? പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ? എനിക്ക് പാടാൻ എപ്പോഴും ഇഷ്ടം പഴയ പാട്ടാണ്, പണ്ടത്തെ പാട്ടാണ് പാടാൻ ഇഷ്ടം. ഫേവറേറ്റ് ആയിട്ട് ഒരു പാട്ടായിട്ട് അങ്ങനെ ഇല്ല, കുറേ ഉണ്ട്. ഞാൻ ഒരുപാട് പാട്ട് കേൾക്കും, ഡെയിലി ഒരുപാട് നേരം പാട്ട് കേൾക്കും. അപ്പോൾ അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ഒരു പാട്ടുണ്ട്. ചിലപ്പോൾ ഒരു പാട്ട് തന്നെ ലൂപ്പ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ കേൾക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഫേവറേറ്റ് ആയിട്ട് ഒരു സോങ് ഇല്ല, പറഞ്ഞ പോലെ മാറി മാറി കേൾക്കും. അപ്പൊ നമുക്കൊരു പഴയ പാട്ടൊന്ന് പാടിത്തരുമോ? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിച്ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മകളപ്പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണോ പാടേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ആ പാട്ട് കുറേ ഇങ്ങനെ കേട്ട് എൻ്റെ ഒരു സ്റ്റൈലിൽ പാടിയെന്നേ ഉള്ളൂ. ശരിക്കും ഇത് ഇങ്ങനെയാണോ പാടേണ്ടതെന്ന് വെച്ചാൽ കുറേ സംഗതിയൊക്കെ ഞാൻ മാറ്റി പാടിയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം പഴയ പാട്ട് പാടാനാണ്. ഈ ശ്രീരാഗമോ എന്നൊക്കെയുള്ള പാട്ടില്ലേ അത്, പിന്നെ അനുരാഗാനം പോലെ ഇന്ദ്രവല്ലരി അങ്ങനത്തെ കുറച്ച് പ്ലേലിസ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ തന്ത വൈബിലേക്ക് പോയിട്ട് എന്റെയൊക്കെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴും ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ കിടക്കുന്ന പാട്ടുകൾ. ഞാൻ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടല്ലേ ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാം. രാവിലെ കേൾക്കാം, ഉച്ചക്ക് കേൾക്കാം, രാത്രി കേൾക്കാം, ചില അങ്ങനെ വന്നാലും കേൾക്കാം. പക്ഷെ ഇപ്പോഴത്തെ കുറെ പാട്ട് ഞാൻ ചെയ്തായാലും ബാക്കി കുറെ സോങ്സ് എല്ലാം അല്ലെങ്കിൽ ഒരു ടൈമുണ്ട്. ആ സമയം ഈ രാവിലെ എഴുന്നേറ്റൊന്നും ചില സമയത്ത് ഈ പാട്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ ഏത് സമയത്തും കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഷ്ടം പഴയ പാട്ടുകളോടാണ്. ഇപ്പോഴത്തെ പാട്ടും ഞാൻ ചെയ്യുന്ന പാട്ട് ഒരിക്കലും കേൾക്കില്ല. വേറെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കുറേ ട്രാക്സ് ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ ലൂപ്പ് ചെയ്ത് കേൾക്കുന്നു പറഞ്ഞില്ലേ, കുറച്ച് നാൾ ആ ലൂപ്പ് ചെയ്ത് അങ്ങനെ ആ പാട്ട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ അത് വിടും, പിന്നെ അത് ചിലപ്പോൾ കുറേ നാളത്തേക്ക് കേൾക്കുകയില്ല. പക്ഷെ സെയിം ടൈം ഈ പറഞ്ഞ ഇന്ദ്രവല്ലരി മനുരാഗ ഗാനമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി എപ്പോഴും പോകുന്നുണ്ട്. അതിൻ്റെ അങ്ങനെ ഒരു മടുപ്പ് തോന്നാറില്ല. അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ എൻ്റെ ഇഷ്ടം ആ സോണിലത്തെ പാട്ടുകളോട് ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ശ്രീഹരി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ഇപ്പോഴത്തെ സ്റ്റിൽ ഇറങ്ങുന്ന മൂവീസ് ഒക്കെ ആണെങ്കിലും ആ ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടൊക്കെ സോങ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സിന് അതൊരു പ്രഷറാണോ ശരിക്കും അങ്ങനെയുള്ള സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റാതെ സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടതായിട്ട് വരുന്നില്ലേ? സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. റിക്വയർമെന്റ് ഉണ്ടാവും. ഡയറക്ടർക്ക് ഇന്ന ട്രാക്കാണ് വേണ്ടത്, ഇതുപോലത്തെ മൂഡിലെ പരിപാടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാനേ പറ്റും. നമ്മളെ ഇഷ്ടമുള്ള ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ട്രാക്ക് ചെയ്യേണ്ടി വരും. സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ. ഒരാൾ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടം ഞാൻ ഇതേ ചെയ്യും, ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ ആരും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ആ സിനിമയ്ക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക് അത് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവർക്ക് ഇഷ്ടം ചെയ്യാനുള്ളത് ചിലപ്പോൾ വേറെ കൈൻഡ് ഓഫ് മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ചിട്ട് വേണമല്ലോ ഓക്കെ. അപ്പം അങ്ങനെ ആയിരിക്കും അത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഏതെങ്കിലും ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഏതെങ്കിലും ശ്രീഹരിക്കുണ്ടോ? ഗിറ്റാറാണ് എൻ്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്. ഗിറ്റാറിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എൻ്റെ പാട്ടിലെ ഒരുവിധം എല്ലാ പാട്ടിലും ഗിറ്റാർ ഉണ്ടാവും. ഏതൊരു സമയമായിരിക്കും മ്യൂസിക് കമ്പോസിങ്ങിന് ഏറ്റവും ആപ്റ്റായിട്ട് ചൂസ് ചെയ്യാറുള്ളത്? നൈറ്റ് ആണോ, ഡേ ആണോ? ഒരു ടൈം ഇല്ല, ഒരു ടൈമില്ല എനിക്ക്. ഞാൻ എല്ലാ സമയത്തും ചെയ്യാറുണ്ട്.
ഞാൻ രാത്രി വർക്ക് ചെയ്യാറില്ല, ഡേ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഇപ്പോൾ കുറച്ച് നാളെ അധികം പാട്ടൊക്കെ ഉണ്ടാകുന്നത് ഡേ ടൈമിലാണ്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സമയമൊന്നുമില്ല, ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഫ്യൂച്ചർ പ്രൊജക്ട്സ് വരുന്നുണ്ടോ ശ്രീഹരി? അതിന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സ്ലോലി എന്താ ഇതിൽ നോക്കിയിട്ട് ചെയ്യാനുള്ള പ്ലാനില്ല. അപ്പോൾ ശരിക്കും ശ്രീഹരി കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പാട്ടുകൾ കേൾക്കാറില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും സത്യമാണോ? കേൾക്കാറില്ല? ഞാൻ അങ്ങനെ റീവിസിറ്റ് ചെയ്യാറില്ല. പിന്നെ ഈ കമന്റ്സ് ഒക്കെ വായിച്ചൊക്കെ വേണ്ടി അങ്ങനെ പോകുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ കേൾക്കും, അല്ലാണ്ട് ഞാൻ കേൾക്കാറില്ല. മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ഒരു മ്യൂസിക് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? എനിക്ക് റക്സേട്ടൻ്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. റക്സേട്ടൻ്റെ മ്യൂസിക് പണ്ടോട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഗോവിന്ദേട്ടൻ്റെ പാട്ട് ഞാൻ കുറേ അധികം കേൾക്കും. പിന്നെ സുഷിനേട്ടൻ്റെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന 3 പേര് ഇതാണ്. പിന്നെ കുറേ മറ്റേ തമിഴിലൊക്കെ ആൾക്കാർ അങ്ങനെ സന്തോഷ് നാരായൺ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അനിരുദ്ധിൻ്റെ ഒക്കെ മ്യൂസിക്കിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ആളൊക്കെ ഓരോ നായകന്മാർക്കൊക്കെ സ്പെഷ്യൽ ഇൻട്രോ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ശ്രീഹരിക്ക് ഒരു മൂവി ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ആ ഒരു മൂവിയിൽ വർക്ക് ചെയ്യണം എന്നാണ് ആസ് എ മ്യൂസിക് കമ്പോസർ? എങ്ങനെയൊക്കെ? എനിക്ക് ഈ അനിരുദ്ധൊക്കെ വർക്ക് ചെയ്ത പോലെ ചെയ്യണമെന്നുണ്ട്. ഭയങ്കര വലിയ അപ്ബീറ്റ് സാധനങ്ങളൊക്കെ ഈ തിയേറ്ററിലൊക്കെ നമ്മൾ ഭയങ്കര ഓളം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഈ പറഞ്ഞ പോലെ നായകന് ഇൻട്രോ ഒക്കെ കൊടുത്ത് അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടിയാണ്, കുറച്ച് ജെന്റിലായിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ ലൗഡ് മ്യൂസിക് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പറഞ്ഞ പോലെ അനിരുദ്ധൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് ലൗഡായിട്ടുള്ള ഫിലിംസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പോസറാണ് ശ്രീഹരി. ഇനിയും ഇതുപോലുള്ള, അതായത് ട്രെൻഡിങ് സോങ്ങുകൾ തന്നെയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ വർക്ക്സ് ആയിട്ട് നമ്മളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.